കാലപ്പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല കേട്ടോ. അതിൻ്റെ പോലെ പിന്നെ വ്യാളീൻ്റെ ഒക്കെ വർക്കും ഒക്കെ നിങ്ങൾ വേറെ ലെവലാണ്. അതൊന്നുമില്ല, ഇപ്പം എല്ലാം നശിച്ചു പോയി. കണ്ട പണ്ട് കാലത്തെ ആൾക്കാരെ ആ പണിൻ്റെ സ്റ്റൈല് കണ്ട. അതൊരു ഊക്ക് പോലെ ആക്കിയിട്ട് ആ ഊക്കിൻ്റെ ഉള്ളിലാണ് പൂക്കൾ പോലെ ഓരോ സംഭവങ്ങളാക്കി വെച്ചിന്. കണ്ട ഒരു കുളത്താക്കിയിട്ട് കുളത്തിൻ്റെ ഉള്ളിൽ ഇരുമ്പല്ല, അത് മരത്തോണ്ട് തന്നെ അത് ചെയ്തിട്ടുള്ളത്. മരത്തിനെ കൊണ്ട് എന്നിട്ട് അങ്ങനെ ഒരു പൂട്ടിട്ട് വെച്ചാൽ അത് കൂട്ടുപോരിയാ കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ കൂട്ടുപോരിയാണ് ഇത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ബാത്റൂമിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് പുറത്ത് ഭാഗത്താണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ. അത് ഓർമ്മിച്ചാൽ മതി. അഥവാ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജലം എന്തെല്ലോ പണി നടന്നുകൊണ്ട് പോവാന്ന് വീണ്ടും വീണ്ടും. ക്ഷേത്രക്കുളമാണ് കേട്ടോ, ക്ഷേത്രക്കുളമാണ്. ഇത് ഒഴുക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് അമ്മക്ക് വേണ്ടി കുളിക്കാനുണ്ടാക്കിയ എന്തെങ്കിലും ആയിരിക്കും സംഭവം. ഇത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതുപോലെ പടയുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ വെള്ളം അശുദ്ധിയായതുകൊണ്ട് ഇപ്പം മഴക്കാലത്ത് അത് ഒഴുകിപ്പോണ്ടല്ലോ, അത് അതുവരെ പോയിട്ടില്ല. അത് വെള്ളം മറിഞ്ഞ് ഒഴുകണം. മഴയൊന്നും വന്നില്ലല്ലോ. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമായിട്ടുള്ളത് കൊട്ടക്കുളം. ചന്ദനം കണ്ട, ഇത് ചന്ദനമരാന്ന്. അതായത് കാണിച്ചു കൊടുക്കുന്ന എല്ലാ വിഷമോ ചിലപ്പം വന്ന് മുറിച്ചിട്ട് കൊണ്ടേ കളി. അങ്ങനത്തെ ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവസാനം ഗുരുജി കാണിച്ചു തന്നിട്ടാണ് ഇത് മുറിച്ചു കൊണ്ടേന്ന് പറയും. ലാസ്റ്റ് കയ്യില്ല നമുക്ക് അടികൂടെ. ഇതേ തന്നെ കയ്യാണ്ടിങ്ങനെ നടക്കുക. ഒരാൾക്കാർ നമ്മളെ മെക്കത്ത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. റിസർച്ചിലാണല്ലോ ഇപ്പോൾ. ഒരു പൂ കണ്ട, ചെണ്ടുമല്ലി പോലത്തെ ഒരു പൂ, അതുപോലത്തെ ചെറിയ കുഞ്ഞ്. ഓക്കെ, എത്ര കുഞ്ഞ് പൂവാന്നറിയാത്. ക്യാമറയിൽ എത്രത്തോളം വലുപ്പത്തിലൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞി പൂ, അത് അതിൻ്റെ സ്റ്റൈല് കാണിക്കുന്നുണ്ടോ? മഞ്ഞ വർണ്ണങ്ങൾ കണ്ടില്ലേ? ഇവിടെ നോക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ സംഭവമേ കാണില്ല. അതുകൊണ്ടാണ് ചില അതിശയത്തോടു കൂടി കാണിച്ചത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും വേക്കണ്ട. അതുപോലെ ഇതിൻ്റെ ഇലവൊക്കെ ഇതെല്ലാം സസ്യങ്ങളായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം സീതാദേവിയുള്ള സ്ഥലം ഔഷധമുള്ള സ്ഥലങ്ങളായിരിക്കും. പക്ഷെ അമ്മ ഇവിടെ വരുമ്പോന്ന് വെച്ചാൽ അമ്മേൻ്റെ ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഒരു പ്രത്യേക ശാന്തമായ സ്ഥലം. പക്ഷികളെല്ലാം കിളികൾ നാക്കുന്നുണ്ട്.
പുൽപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ. പുൽപ്പള്ളി ടൗണിൽ നിന്ന് കുറച്ചിപ്പുറം ദൂരേടിയും പോകുന്നു വേണ്ട നിങ്ങൾ. ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെയാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി അങ്ങനെ ചെയ്യാനോ അങ്ങനെ പറ്റും കേട്ടോ. അതിൻ്റെ QR കോഡ് ഞാൻ ഇതിൽ കൊടുക്കാം ഇവരോട് ചോദിച്ചിട്ട്. പിന്നെ ഇത് വഴിപാട് കൗണ്ടറും അതുപോലെ തന്നെ രാവിലെ എത്ര മണിക്കാണ് തുറക്കുക എന്നുള്ളത്, പിന്നെ ഉച്ചക്ക് എത്ര മണിക്കാണ് പൂട്ടുക എന്നുള്ളത്. രാവിലെ 6:30 മണി മുതൽ 12 വരെയാണ് ഉച്ച വരെ. പിന്നെ വൈകിട്ട് 5:30 മുതൽ പിന്നെ 7:30 വരെയേ ഉള്ളൂ. വരുന്ന കൂട്ടർ കുറച്ച് നേരത്തോടെ വരിക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ച് ഇനിയിപ്പോൾ ഞാൻ പിന്നെ അമ്മ സമാധിയായി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പിന്നെ വാൽമീകി മഹർഷിയുടെ ആശ്രമമുണ്ട്. ഈ 2 സ്ഥലം കൂടി ഞാൻ പോയി കാണിച്ചു തന്നിട്ട് മടങ്ങിപ്പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പം വന്നിട്ട് അങ്ങ് പിന്നെ മാനന്തവാടിയിലേക്ക് എത്തണം ഞാൻ. എന്നാൽ നല്ല നമസ്കാരം. വയലറ്റ് മന്ദാരം കണ്ട, വയലറ്റ് ആണ്, വയലറ്റ് അല്ല റോസ്. വയലറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്.